എല്ലാവർക്കും വലിയ നമസ്കാരം. ഡബിൾ മല്ലു വേൾഡിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും വലിയൊരു സ്വാഗതം. ഹാപ്പി ക്രിസ്മസ്. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസിന്റെ ആശംസകൾ ഒരിക്കൽ കൂടി നേരുവാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഈ 2025 കളികളിലേക്ക് നമ്മൾ എത്താൻ പോവാണ്. ഈ കഴിഞ്ഞു പോയ 2 വർഷങ്ങളെ കുറിച്ച് സംസാരിക്കാനും അതുപോലെ തന്നെ നമ്മുടെ ന്യൂ ഇയറിനെ കുറിച്ച് സംസാരിക്കാനും ന്യൂ ഇയറിന്റെ റെസൊല്യൂഷനെ കുറിച്ചൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ആദ്യമായിട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. സോ if you're watching Double Mallu World for the very first time, please subscribe, comment, like and support this channel. Okay, this is a channel mainly focused on giving videos related to food, travel, and welcome to Double Mallu World. This is just memories from Dublin. അപ്പം വലിയൊരു ആശംസകൾ നേരുവാണ്. എല്ലാവർക്കും ക്രിസ്മസ് നല്ലൊരു ഇതായി വിചാരിക്കുവാണ്. നാട്ടിലുള്ള സമയത്തൊക്കെ നമ്മുടെ ഫാമിലിയുടെ ഒപ്പം കൂടി നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്ന ആളുകളാണ് എല്ലാവരും അല്ലേ. പക്ഷേ ഇത്തവണ അതൊന്നും നമുക്ക് സാധിച്ചില്ല. പ്രത്യേകിച്ച് പേഴ്സണലി സ്പീക്കിംഗ് എനിക്ക് സാധിച്ചില്ല. ഇവിടെ ആയതുകൊണ്ട് നമുക്ക് സാധിച്ചില്ല. എങ്കിൽ കൂടിയും ക്രിസ്മസിന്റെ ആഘോഷങ്ങൾക്ക് വലിയൊരു മാറ്റമൊന്നും കുറയ്ക്കാതെ തന്നെ ഇവിടെയും നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ സാധിച്ചു എന്നുള്ള വലിയ സന്തോഷം തന്നെയാണ്. ഇപ്പോഴും നമ്മുടെ പുതിയ കൺട്രികളായിരിക്കുന്ന സമയത്ത് നമ്മുടെ ഫാമിലിയിലാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള ആഘോഷങ്ങളെല്ലാം മിസ് ചെയ്യുന്നത്. കോഴ്സ് അവിടെ നമ്മൾ മിസ് ചെയ്തു. നാട്ടിലിറങ്ങിയ സമയത്ത് ക്രിസ്മസിന് സമയമാകുമ്പോൾ ക്രിസ്മസിന്റെ തുടക്കത്തിലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്ത് പുൽക്കൂട് ഉണ്ടാക്കി വീടലങ്കരിച്ച് അടിപൊളിയായിട്ടായിരിക്കും ഞാൻ എൻ്റെ വീട്ടിൽ ക്രിസ്മസ് ആഘോഷിക്കുന്നത്. ഫാമിലിയുടെ ഒരു ഗെറ്റ് ടുഗദർ തന്നെയാണ് ക്രിസ്മസ് ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അത് സെർട്ടൺലി ഐ റിയലി മിസ്ഡ് ഇറ്റ്. ബട്ട് എങ്കിൽ കൂടിയും നമ്മുടെ ആ ലൈഫ് സിറ്റുവേഷൻസ് ഒക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് പോകാതിരിക്കാൻ പറ്റത്തില്ലാണ്. ബട്ട് എങ്കിൽ കൂടിയും ഇവിടെ കുറെ ചെറിയ തോതിലാണെങ്കിൽ കൂടി ക്രിസ്മസ് ആഘോഷിക്കാനായിട്ട് സാധിച്ചു. ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്തു. ഒരു ചെറിയ ഡിന്നറൊക്കെ ഒന്നിച്ച് കഴിക്കാനൊക്കെ ആയിട്ട് സാധിച്ചു. വിച്ച് ഇസ് റിയലി റിയലി അമേസിങ്. അതിന് ഒരു നല്ലൊരു ഹാപ്പി ഒരു മൊമെന്റ് ആയിട്ട് ഞാനായിട്ട് കാണുവാണ്. ബട്ട് റിയലി നമ്മുടെ ഫാമിലിയിലുള്ള നമ്മുടെ പിള്ളേരെയും നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ ചേച്ചിമാരെയൊക്കെ മിസ് ചെയ്തു. വിച്ച് ഇസ് റിയലി ട്രൂ തിങ്. എങ്കിൽ കൂടിയും ക്രിസ്മസ് ഒരുപാട് നമുക്ക് ആഘോഷിക്കാൻ പറ്റി. അപ്പം നിങ്ങൾക്ക് ഓരോരുത്തർക്കും അങ്ങനെ തന്നെ ക്രിസ്മസിന്റെ എല്ലാ ആഘോഷങ്ങളും നന്നായിട്ട് നടന്നെന്ന് വിചാരിക്കണം കേട്ടോ. ഇനി നടക്കാത്തവരുണ്ടെങ്കിൽ വിഷമിക്കൊന്നും വേണ്ട. അടുത്ത വർഷം നമുക്ക് ഇതിലും നന്നായിട്ട് ക്രിസ്മസ് ആഘോഷിക്കാൻ അവസരം ഉണ്ടാവട്ടെ എന്നാണ് മാത്രമായിട്ട് പ്രാർത്ഥിക്കുകയാണല്ലേ. ചിലർക്ക് അടിപൊളിയായിട്ട് ഫാമിലിയുടെ കൂടെ ഒത്തുകൂടി വിദേശത്തുള്ളവരാണെങ്കിൽ കൂടി അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാൻ സാധിച്ചു. പള്ളിയിൽ പോയി വാരം കണ്ടു പുൽക്കൂട് കെട്ടി അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ നമ്മുടെ ഇടയിൽ ഉണ്ടാവും. ഇനി അങ്ങനെ ആഘോഷിക്കാൻ പറ്റാത്തവർക്കാണെന്ന് വിഷമിക്കേണ്ട. നമുക്ക് ഇനി ആഘോഷിക്കാം. അപ്പോൾ നമ്മുടെ 2023-24 കഴിഞ്ഞിട്ട് നമ്മൾ 25ലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. വിച്ച് ഈസ് ഒരു ഭയങ്കര ലോങ് ടൈം ആയിരുന്നു അല്ലേ. ബട്ട് ഈ ഒരു 2024 കഴിഞ്ഞു പോയതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഫാസ്റ്റായിട്ടാണ് കടന്നു പോയത്. എല്ലാവർക്കും എല്ലാവർക്കും നല്ല തന്നെ തോന്നുന്നതായിരിക്കും. പക്ഷെ എനിക്ക് കറക്റ്റായിട്ടാണ് അങ്ങനെ തോന്നുന്നത്. 2023 ലാസ്റ്റാണ് നമ്മൾ ഈ നാട്ടിലെത്തുന്നത്. അപ്പം അതിൻ്റെതായ കുറച്ച് ആ ഒരു പ്രോസസ്സാണ് ഈ ഒരു 2024 ഉണ്ടായിരുന്നത്. അപ്പം പുതിയ കൺട്രിയിൽ 2023 ലാസ്റ്റ് ഏകദേശം നവംബറിലൊക്കെ എത്തിയതാണ്. അപ്പം ആ ഒരു ജേർണി നല്ലൊരു ജേർണി തന്നെയായിരുന്നു. നല്ല അദ്ദേഹത്തിൻ്റെ വലിയ അനുഗ്രഹം മാതാവിൻ്റെ വലിയ അനുഗ്രഹമുണ്ട്. എല്ലാ കാര്യങ്ങളും നന്നായിട്ട് നടത്താനായിട്ട് സാധിച്ചു. അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് സേവിങ്സ് ഉണ്ടാക്കാനും അതുപോലെ തന്നെ വർക്കിലൊക്കെ നന്നായിട്ട് ചെയ്യാനൊക്കെ നമുക്ക് തന്ന ഒരു ഇയർ ആയിരുന്നു 2024. ഒരുപാട് കഷ്ടപ്പാടുകളൊന്നും ഇല്ലാതെ എന്നാൽ കുറച്ച് മാനസിക ടെൻഷൻസ് ഒക്കെ നമുക്ക് ഒരു പുതിയ കൺട്രിയിലായിരിക്കുമ്പോൾ ഓഫ് കോഴ്സ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് അത് ഉപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഹാപ്പി ഇയർ ആയിരുന്നു. ബട്ട് ടൈം കടന്നു പോയത് നമ്മൾ ഒരിക്കലും അറിഞ്ഞില്ല. ഒരുപാട് ഫാസ്റ്റായിട്ട് നമ്മുടെ ടൈം കഴിഞ്ഞു പോയി. പലർക്കും ഇതൊരു നല്ല വർഷമായിരുന്നായിരിക്കാം, അല്ലെങ്കിൽ കുറച്ചൊരു ഡൗൺ ആയിട്ടുള്ള വർഷമായിരുന്നായിരിക്കും. എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ. ബട്ട് എങ്കിൽ കൂടി അതിൻ്റെ പോസിറ്റീവ് സൈഡ് നമ്മൾ എടുത്തുകൊണ്ട് നമുക്ക് പുതിയ ഇയറിലേക്ക് അടിപൊളിയായിട്ട് കയറാം. 2024 പറയുമ്പോൾ എൻ്റെ ഒരു പേഴ്സണലി കാര്യത്തിൽ പറയുമ്പോൾ 2023 കുറിച്ച് എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. ബിക്കോസ് ആ ഒരു ഇയർ ആയിരുന്നു ഞാൻ പുതിയ കൺട്രിയിലേക്കുള്ള ഒരു എൻട്രി തുടങ്ങിയതൊക്കെ, അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് തുടങ്ങിയതൊക്കെ. അതെയും പറഞ്ഞ പോലെ 2023 ഏകദേശം തുടക്കത്തിലൊക്കെയാണ് നമ്മുടെ ഒരു പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ ഇങ്ങോട്ട് വരാനുള്ള ഒരു വിസയ്ക്ക് വേണ്ടി ട്രൈ ഒക്കെ ചെയ്യുന്നത്. അപ്പം ആ ഒരു ഇയറിൽ 2023 ഇയറിൽ പോയ ഒരു മാനസിക ടെൻഷൻസും ബാങ്ക് ഇടപാടുകൾ അല്ലെങ്കിൽ ഗവൺമെൻറ് ഇടപാടുകൾ ഫാമിലി പ്രോബ്ലംസ് ഇതെല്ലാം ഗോ ത്രൂ ചെയ്തിട്ടാണ് ആ ഒരു ഇയർ വിച്ച് ഇസ് ഹാപ്പനിങ് ഇയർ ആക്ച്വലി. അതിനെക്കുറിച്ചൊന്നും സംസാരിക്കാൻ പോലും നമുക്ക് സാധിച്ചില്ല. കാരണം പുതിയ കണ്ടില്ല. ആ സമയത്ത് നമുക്ക് അതിനെക്കുറിച്ചൊന്നും ഓപ്പൺ അപ്പ് ആവാനോ അല്ലെങ്കിൽ ഒന്നും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിനെക്കുറിച്ചും കൂടെ ജസ്റ്റ് ഒന്ന് പറയുകയാണ്. അപ്പം ആ ഒരു ഇയർ കടന്നുപോയ ആ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ സ്ട്രഗിൾസ് ഒക്കെ നമുക്ക് മാറ്റാൻ പറ്റിയത് 2024 തന്നെയാണ് ആക്ച്വലി. ഒന്ന് എല്ലാം ബാക്കപ്പ് ചെയ്ത് പിടിക്കാനൊക്കെ പറ്റിയ ഒരു വർഷമാണ് 2024. കുറേ ബുദ്ധിമുട്ടുകളോട് കടന്നുപോയ വർഷമാണ് 2023. ടുവേഴ്സ് എൻഡ് ആയപ്പോഴത്തേക്കും നമുക്ക് പുതിയ കണ്ടിലേക്ക് കടക്കാനായിട്ട് സാധിച്ചു. അത് കഴിഞ്ഞ് നമുക്കൊരു എന്താ പറയുക നമ്മുടെ ഗ്രാമം കുറച്ചൊന്ന് മേലേക്കൊക്കെ പോയ ഒരു വർഷമാണ് 2024 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുപോലെ ജോലി വൈസ് ഒക്കെ ആയിട്ട് നമുക്കൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയ വർഷം കൂടെയായിരുന്നു ഈ ഒരു വർഷം.
എൻ്റെ ഒരു ആളുടെ ഒരു കഴിവ് കൊണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരാളുടെ ഒരു ഇത് കൊണ്ട് മാത്രമൊന്നുമല്ല ഞാൻ ഈ കണ്ടിൽ വന്നെത്തി. ഒരുപാട് പേരുടെ സപ്പോർട്ട്, പ്രാർത്ഥന, കൂടെ നിന്നിട്ടുള്ള ഒരു സഹായമൊക്കെ അതിൻ്റെ പുറകിലുണ്ട്. അപ്പം ഈ ഒരു അവസരത്തിൽ അതെല്ലാം ഓർക്കുകയാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് താങ്ക്സ് പറയണം കേട്ടോ. കാരണം നമ്മൾ ഗോ ത്രൂ ചെയ്ത് വന്ന ആ ഒരു സ്ട്രഗിൾസൊക്കെ ഒന്ന് മാറ്റി കിട്ടിയത് ഇവിടെ വന്നേക്കുന്നതാണ് തെറ്റിദ്ധരിക്കണം. അപ്പം അവരെയൊക്കെ നമ്മൾ മറന്നുകൊണ്ട് ഒരു പുതിയ എൻട്രി കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു പുതിയ ഇയറിലേക്ക് കിടക്കാമെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും സാധിക്കാത്തൊരു കാര്യമാണ്. പ്രത്യേകിച്ച് അവരൊക്കെ മനസ്സിലോർക്കുകയാണ് നമ്മുടെ ഒപ്പം കൂടെ നിന്ന് നമ്മളെ സഹായിച്ച നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ പേരൻസ്, അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങൾ, അതോടൊപ്പം നമ്മുടെ ഫ്രണ്ട്സ്, നമുക്ക് അറിഞ്ഞും അറിയാതെ നമ്മളെ ഹെൽപ്പിന് ഒരുപാട് പേര് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഒരിക്കലും മനസ്സിലോർക്കുവാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു വർഷമായിട്ട് ആയിരിക്കട്ടെ. 2024 കിട്ടാതെ പോയ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ 2025 നമുക്ക് എടുക്കാൻ സാധിക്കും. എല്ലാവർക്കും വലിയൊരു താങ്ക്സ് പറയാണ് കൂടെ നിന്നത്. 2024 ഒരു നല്ല വർഷമാകാത്തതുകൊണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകൊണ്ട് വിഷമിക്കണം. നമുക്ക് 2025 ഉണ്ട് വഴിയാണ്. കുറേ കഷ്ടതകളും അല്ലെങ്കിൽ നമുക്ക് സ്നേഹിച്ചവർ നഷ്ടപ്പെട്ടവരുണ്ടാവാം, അല്ലെന്നുണ്ടെങ്കിൽ ജോലിയുടെ പ്രശ്നങ്ങളിൽ കടന്നു പോയവരുണ്ടാവാം, അല്ലെന്നുണ്ടെങ്കിൽ ഫാമിലി ഇഷ്യൂസ് അങ്ങനെ കടന്നു പോയവരുണ്ടാവും. ഒന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ മുന്നോട്ട് പോവുക, അടിച്ചു പൊളിക്കുക. 2025 നമുക്ക് നേടാനായിട്ട് നമ്മൾ സാധിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണമെങ്കിൽ ചെയ്യുക. അല്ലെങ്കിൽ നമ്മളൊരു പ്രോസസ്ഡ് വൈസ് ആയിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതാണ്. നമ്മളതൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യുക. നമ്മുടെ ദൈവത്തിൻ്റെ സഹായമൊക്കെ കൂടെ നിർത്തിക്കൊണ്ട് നമ്മൾ കാര്യങ്ങൾ കോൺസെൻട്രേറ്റ് ആയിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. 2025 നമുക്ക് ഏറ്റവും നല്ലൊരു വർഷമായിട്ട് ആശംസിക്കുകയാണ്. എല്ലാവർക്കും 2025 കയറുമ്പോൾ കുറേ റെസൊല്യൂഷൻസ് ഒക്കെ കാണും. കുറേ തീരുമാനങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ കുറേ ആഗ്രഹങ്ങളുണ്ടാവും, അല്ലേ? അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ 2025 എൻ്റെ കുറച്ച് എന്താ പറയുക ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ജസ്റ്റ് പ്രൊവൈഡ് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. നമ്മൾ ആഗ്രഹിക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ നേടിയെടുക്കാൻ സാധിക്കുന്ന കുറേ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനാണ്. എല്ലാവർക്കും 2025 കയറുമ്പോൾ അല്ലെങ്കിൽ പുതിയൊരു വർഷത്തിലേക്ക് കയറുമ്പോൾ പലർക്കും പല റെസൊല്യൂഷൻസ് അല്ലെങ്കിൽ കുറേ തീരുമാനങ്ങളൊക്കെ ഉണ്ടാവും, അല്ലേ? അപ്പം പലർക്കും പല രീതിയിലാണ്. സോ എൻ്റെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും ഇപ്രാവശ്യം കുറച്ച് 1-2 കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിൽ മെയിനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യങ്ങളുണ്ടെങ്കിൽ എൻ്റെ ഫ്യൂച്ചർ ഡെവലപ്മെൻറ്റ്, എൻ്റെ കരിയർ ഡെവലപ്മെൻറ്റാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ കരിയറിൽ കുറച്ചും കൂടെ ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് കുറച്ചും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും അതിൽ ഉണ്ടായിരിക്കണം, നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും അതിൽ ഉണ്ടായിരിക്കണം. അതിന് ദൈവം അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുക. മെയിനായിട്ട് ഞാൻ എൻ്റെ കോൺസെൻട്രേറ്റ് എൻ്റെ ജോലിയുടെ കാര്യത്തിൽ തന്നെയാണ്. കുറച്ച് പ്രൊമോഷൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഉദ്ദേശിച്ച് കുറേ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഈ തവണ നോക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കുറച്ച് ഹെൽത്ത് വൈസായിട്ട് ലൈക്ക് നമ്മളിപ്പം കറക്റ്റായിട്ട് ജിമ്മിൽ പോവുക, അല്ലെങ്കിൽ വാക്കിങ്ങിന് പോവുക, അങ്ങനെ കുറച്ച് ഹെൽത്ത് വൈസായിട്ടുള്ള കാര്യങ്ങളും ഞാൻ കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും ഒരു പുതിയ കോഴ്സ് എടുത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ന്യൂ ഇയറിൽ ഉദ്ദേശിക്കുന്നുണ്ട്. പുതിയ കോഴ്സ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. ഈ പ്രാരാബ്ദങ്ങളും ബുദ്ധിമുട്ടുകളും കാരണം നമ്മുടെ കരിയറിൽ നമുക്ക് മര്യാദയ്ക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനോ നമ്മുടെ ആഗ്രഹിക്കുന്ന കോഴ്സുകൾ ചെയ്യാനോ അല്ലെങ്കിൽ നമ്മൾ അതിനെ എഡ്യൂക്കേഷനൊക്കെ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് കൊടുക്കാനോ ഒക്കെ നമുക്ക് സാധിച്ചിട്ടുണ്ടാകുന്നില്ലായിരിക്കും. പക്ഷേ എൻ്റെ കേസിലുള്ള കാര്യത്തിലാണെങ്കിൽ അങ്ങനെയൊന്നും സാധിച്ചിട്ടുണ്ടാവില്ല. അപ്പം അതും കൂടെ ഞാൻ ഈ വർഷം ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം അതാണൊരു റെസൊല്യൂഷനായിട്ട് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ചെയ്യാതെ പറ്റാതെ പോയ കാര്യങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ഒരു ആഗ്രഹം കൂടെ വേണ്ടിയിട്ട് ഉണ്ട്. അതുപോലെ വീടിൻ്റെ കാര്യങ്ങൾ ജസ്റ്റ് പുതുക്കി ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു പുതിയ വണ്ടി മേടിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് വലിയ ആഗ്രഹങ്ങളാണ്. പക്ഷേ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് അറിയിക്കുന്നത് വിചാരിച്ചു. അപ്പം നമുക്കിങ്ങനെ പല റെസൊല്യൂഷൻസ് ആയിട്ട് എടുക്കുന്ന ആളുകളുണ്ട്. പല രീതിയിലുള്ള റെസൊല്യൂഷൻസ് എടുക്കാറുണ്ട്. ഇതും അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് എടുക്കാം. അപ്പം നിങ്ങൾക്കും എല്ലാവർക്കും ഇങ്ങനെ റെസൊല്യൂഷൻസ് ഒക്കെ എടുത്തുകൊണ്ട് പുതിയ എയിം കാര്യങ്ങൾ എടുത്തുകൊണ്ട് നമുക്ക് ഒന്നിച്ച് ഹാർഡ് വർക്ക് ചെയ്ത് മുന്നേറാം. അപ്പം ഇതൊക്കെയാണോട്ടോ ഞാൻ 2025 കോൺസെൻട്രേറ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ. അപ്പം ഈ കാര്യങ്ങളൊക്കെയാണ് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ മാരേജ് ഒന്നും കഴിഞ്ഞിട്ടുള്ള കുറേ വയസ്സൊക്കെ ആയി. പക്ഷേ എങ്കിൽ കൂടെ അതൊക്കെ നമുക്ക് ദൈവത്തിന് കുഴപ്പമാണ്. കാരണം നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്നവരാണ്. അപ്പോൾ അതിൻ്റെ സമയത്ത് കാര്യങ്ങൾ നടത്തി തരാൻ ഉദ്ദേശമുണ്ടെന്നുണ്ടെങ്കിൽ ദൈവം നടത്തി തരട്ടെ. ഞാനത് ദൈവത്തിനോട്ട് കൊടുക്കുകയാണ്. ബട്ട് അതല്ലാതെ എൻ്റെ ഭാഗത്ത് എനിക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇങ്ങനെയുള്ള കുറേ പ്ലാനുകളും പദ്ധതികളൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ ന്യൂ റെസൊല്യൂഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും. നിങ്ങളുടെ റെസൊല്യൂഷൻസ് ഒക്കെ നമ്മുടെ കമൻറ്റായിട്ട് അറിയിക്കുക കേട്ടോ. അപ്പം എല്ലാവർക്കും അടിപൊളി ഒരു വർഷമായിരിക്കും 2025. ഏറ്റവും സമാധാനത്തിൻ്റെയും ഒരു സ്നേഹത്തിൻ്റെയും ഒക്കെ ഒരു വർഷമായിരിക്കും 2025. നല്ലൊരു വർഷത്തിന് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. 2025 is on the way. ആക്ച്വലി കുറച്ച് ദിവസം കൊണ്ട് മാത്രമേ നമ്മൾ എൻട്രി ചെയ്യാനല്ലേ. അപ്പം നമുക്ക് 2025 നമുക്ക് വെൽക്കം ചെയ്യാം. ഏറ്റവും നല്ലൊരു വർഷമായിട്ട് 2025 മാറാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഇൻ അഡ്വാൻസ്. ഓക്കെ, ദിസ് ഇസ് ജസ്റ്റ് signing off.